പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ സ്വാമി വിവേകാനന്ദൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന വിവേകാനന്ദൻ തലമുറകളിലേക്ക് ഇപ്പോഴും ഊർജം പകർന്നുകൊണ്ടേയിരിക്കുന്നു. കൊൽക്കത്തയിലെ സിംലയിൽ ജനിച്ചു വളർന്ന നരേന്ദ്രനാഥ ദത്ത എന്ന സ്വാമി വിവേകാനന്ദൻ ചെറുപ്പം മുതൽ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. സംസ്കൃതവും വേദാന്തവും വളരെ വേഗം സ്വായത്തമാക്കിയ നരേന്ദ്രൻ പഠനത്തിൽ എന്നും മുന്നിലായിരുന്നു. തുടർന്ന് ബ്രഹ്മസമാജത്തിന്റെ പുരോഗമന ആശയങ്ങളിൽ ആകൃഷ്ടനായി. പിന്നീട് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനാവുകയും 1886 ശ്രീരാമകൃഷ്ണ മഠം സ്ഥാപിക്കുകയും ചെയ്തു. തുടർച്ചയായ പ്രഭാഷണ പരമ്പരകളിലൂടെ വിവേകാനന്ദൻ യുവജനങ്ങൾക്ക് പ്രചോദനമായി. അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും കൊടിയ ദാരിദ്ര്യത്തിലും ആണ്ടുകിടന്ന ഒരു ജനതയ്ക്ക് ആ വാക്കുകൾ പ്രതീക്ഷയും ഊർജവുമായി. 1893 സെപ്റ്റംബറിൽ ചിക്കാഗോയിൽ നടന്ന മത പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗം ചരിത്രത്തിൽ ഇടം പിടിച്ചു. Sisters and brothers of America, I thank you in the name of the most ancient order of monks in the world. I thank you in the name of the mother of religions. 1894 ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. 1900 പാരീസിൽ നടന്ന മതചരിത്ര മഹാസഭയിൽ പങ്കെടുത്തു. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉടനീളം സഞ്ചരിച്ച് ഇന്ത്യയിൽ തിരികെയെത്തിയ വിവേകാനന്ദന്റെ ആരോഗ്യം മോശമായി. വീണ്ടും ഇന്ത്യയിൽ ഉടനീളം പ്രഭാഷണ പരമ്പരകളിൽ പങ്കെടുത്തു. 1902 ജൂലൈ 4 39 വയസ്സിൽ ആ ധിഷണാശാലി വിടവാങ്ങി. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.